ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് നിരഞ്ജന. ജനാധിപത്യത്തിന്റെ ഉത്സവങ്ങൾ ഇന്ത്യൻ ജനാധിപത്യത്തെ കൂടുതൽ ശക്തിപ്പെടുത്തുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 75ാം റിപ്പബ്ലിക് ദിനാഘോഷം, ഇന്ത്യൻ ഭരണഘടന, സുപ്രീം കോടതി എന്നിവയുടെ 75 വർഷത്തിന്റെ പൂർത്തീകരണം എന്നിവ ഉദ്ധരിച്ച് മൻ കി ബാത്തിലാണ് പ്രധാനമന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത്. ഇന്ത്യൻ ഭരണഘടനയെ ജീവനുള്ള രേഖ എന്ന് പ്രധാനമന്ത്രി വിശേഷിപ്പിച്ചു. 21ാം നൂറ്റാണ്ടിലെ ഇന്ത്യ സ്ത്രീകളുടെ നേതൃത്വത്തിലുള്ള വികസനത്തിലൂടെ മുന്നേറുകയാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ആയുർവേദം, സിദ്ധ, യുനാനി എന്നീ മേഖലകളിലെ വിവരങ്ങളും പദകോശങ്ങളും ആയുഷ് മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിൽ തരംതിരിച്ചത് മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി പ്രകീർത്തിച്ചു. സമൂഹ മാധ്യമങ്ങളുടെ സ്വാധീനം വർദ്ധിക്കുമ്പോഴും രാജ്യത്തെ മുഴുവൻ ബന്ധിപ്പിക്കുന്ന ശക്തമായ മാധ്യമമായ റേഡിയോ നിലകൊള്ളുകയാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. രാജ്യത്തെ യുവ വോട്ടർമാരോട് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ പ്രധാനമന്ത്രി നിർദ്ദേശിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നയിക്കുന്ന പരീക്ഷാ പേ ചർച്ച നാളെ ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിലാണ് പരിപാടി. പരിപാടിക്കായി രജിസ്റ്റർ ചെയ്തവരുടെ എണ്ണത്തിൽ കഴിഞ്ഞ 6 വർഷത്തിനിടെ റെക്കോർഡ് വർധനയാണ് ഉണ്ടായത്. വിദ്യാർത്ഥികളും അധ്യാപകരും രക്ഷിതാക്കളുമായി 2,26,00,000 പേർ ഈ വർഷത്തെ പരീക്ഷാ പേ ചർച്ചയിൽ രജിസ്റ്റർ ചെയ്തതായി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം അറിയിച്ചു. 3000-ഓളം പേർ പരിപാടിയിൽ നേരിട്ട് പ്രധാനമന്ത്രിയുമായി സംവദിക്കും. ബീഹാറിൽ ബിജെപി നേതൃത്വത്തിലുള്ള എൻഡിഎയിൽ തിരിച്ചെത്തിയ ജെഡിയു നേതാവ് നിതീഷ് കുമാർ മുഖ്യമന്ത്രിയായി വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. ജെഡിയു ആർജെഡി കോൺഗ്രസ് മഹാസഖ്യ മുന്നണി വിട്ട നിതീഷ് കുമാർ ഇന്ന് രാവിലെ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ചിരുന്നു. ഇത് 9ാം തവണയാണ് നിതീഷ് കുമാർ ബീഹാർ മുഖ്യമന്ത്രിയാകുന്നത്. ബിജെപിയിൽ നിന്നും ജെഡിയുവിൽ നിന്നും 3 പേർ വീതം ഉൾപ്പെടെ 8 പേർ മന്ത്രിമാരായി സത്യപ്രതിജ്ഞ ചെയ്തു. ഇന്ത്യയുടെ ഊർജ്ജസ്വലമായ ജനാധിപത്യത്തെ സുപ്രീം കോടതി ശക്തിപ്പെടുത്തിയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ന്യൂഡൽഹിയിൽ സുപ്രീം കോടതി വജ്ര ജൂബിലി ആഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കോടതികളുടെ അടിസ്ഥാന സൌകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന് സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്നും ഇതിനായി 2014 ശേഷം 7,000 കോടിയിലധികം രൂപ അനുവദിച്ചതായും അദ്ദേഹം പറഞ്ഞു. കേരള സാഹിത്യ അക്കാദമിയും സാംസ്കാരിക വകുപ്പും സംയുക്തമായി സംഘടിപ്പിക്കുന്ന സാർവദേശീയ സാഹിത്യോത്സവത്തിന് തൃശൂരിൽ തിരിതെളിഞ്ഞു. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനായി ഉദ്ഘാടനം ചെയ്തു. ഫെബ്രുവരി 3 വരെ കേരള സാഹിത്യ അക്കാദമി അങ്കണത്തിലും തൃശൂർ ടൌൺ ഹാളിലുമായി 4 വേദികളിലാണ് സാർവദേശീയ സാഹിത്യോത്സവം അരങ്ങേറുന്നത്. സൌജന്യ സ്കൂൾ യൂണിഫോം പദ്ധതിയിൽ തുണി നെയ്ത് നൽകിയ കൈത്തറി നെയ്ത്ത് തൊഴിലാളികൾക്ക് 20 കോടി രൂപ അനുവദിച്ചതായി ധനമന്ത്രി KN ബാലഗോപാൽ അറിയിച്ചു. നേരത്തെ 53 കോടി രൂപ നൽകിയിരുന്നു. പരമ്പരാഗത വ്യവസായ കൈത്തറിയുടെ ഉന്നമനത്തിനും സ്കൂൾ കുട്ടികൾക്ക് ഗുണമേന്മയേറിയ യൂണിഫോം ലഭിക്കുന്നതിനുമായാണ് പദ്ധതി നടപ്പിലാക്കിയത്. സംസ്ഥാനത്ത് 10 വർഷത്തിനു മുകളിൽ സേവന കാലാവധിയുള്ള അംഗനവാടി വർക്കർമാരുടെയും ഹെൽപ്പർമാരുടെയും വേതനം 1000 രൂപ വർദ്ധിപ്പിച്ചു. മറ്റുള്ളവരുടെ വേതനത്തിൽ 500 രൂപയും വർദ്ധിക്കും. 60,232 പേർക്കാണ് ഇതിന്റെ ആനുകൂല്യം ലഭിക്കുക. ഇന്ത്യക്കെതിരായ ആദ്യ ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇംഗ്ലണ്ടിന് 28 റൺസ് ജയം. ഹൈദരാബാദിൽ നടന്ന ടെസ്റ്റിന്റെ 4ാം ദിനം 7 വിക്കറ്റ് നേടിയ ഇടം കയ്യൻ സ്പിന്നർ ടോം ഹാർട്ട്ലിയാണ് ഇന്ത്യയെ തകർത്തത്. 2ാം ഇന്നിംഗ്സിൽ 202 റൺസിന് ഇന്ത്യയുടെ എല്ലാ താരങ്ങളും പുറത്താകുകയായിരുന്നു. 5 മത്സരങ്ങളുള്ള പരമ്പരയിലെ അടുത്ത ടെസ്റ്റ് ഫെബ്രുവരി 2-ന് വിശാഖപട്ടണത്ത് ആരംഭിക്കും. ഓസ്ട്രേലിയൻ ഓപ്പൺ ടെന്നീസ് പുരുഷ സിംഗിൾസ് കിരീടം ഇറ്റലിയുടെ യാനിക് സിന്നറിന്. റഷ്യയുടെ ഡാനിയൽ മെഡ്വദേവിനെ 5 സെറ്റ് നീണ്ട പോരാട്ടത്തിലാണ് സിന്നർ തോൽപ്പിച്ചത്. സ്കോർ 3-6, 3-6, 6-4, 6-4, 6-3. സിന്നറിന്റെ ആദ്യ ഗ്രാൻഡ് സ്ലാം കിരീടമാണിത്. കെയ്റോയിൽ നടന്ന ISSF ഷൂട്ടിംഗ് ലോകകപ്പിൽ ഇന്ത്യൻ സഖ്യം റിഥം സാങ്വാനും ഉജ്വൽ മാലിക്കും സ്വർണം നേടി. 10 മീറ്റർ എയർ റൈഫിൾസ് വിഭാഗത്തിൽ അർമേനിയൻ സഖ്യത്തെ 17-7 പരാജയപ്പെടുത്തിയാണ് നേട്ടം. 40ാമത് ദക്ഷിണ മേഖല കാർഷിക ഗവേഷണ വിജ്ഞാന വാപന ഉപദേശക സമിതി യോഗവും കർഷക ശാസ്ത്രജ്ഞ മുഖാമുഖവും നാളെ തിരുവനന്തപുരം വെള്ളയാണി കാർഷിക കോളേജിൽ നടക്കും. സംസ്ഥാനത്തെ 23 തദ്ദേശ സ്വയംഭരണ വാർഡുകളിൽ അടുത്ത മാസം 22-ന് ഉപതെരഞ്ഞെടുപ്പ് നടക്കും. വിജ്ഞാപനം നാളെ പുറപ്പെടുവിക്കും. 10 ജില്ലകളിലായി 1 കോർപ്പറേഷൻ വാർഡിലും 4 മുനിസിപ്പാലിറ്റി വാർഡുകളിലും 18 ഗ്രാമപഞ്ചായത്ത് വാർഡുകളിലുമാണ് ഉപതെരഞ്ഞെടുപ്പ്. നാമനിർദ്ദേശ പത്രിക അടുത്ത മാസം 5 വരെ സമർപ്പിക്കാം. സൂക്ഷ്മ പരിശോധന 6-ന്. ഫെബ്രുവരി 8 വരെ പത്രിക പിൻവലിക്കാം. ട്രാൻസ്ജെൻഡർ ഇലക്ഷൻ അദാലത്ത് കാസർഗോഡ് കളക്ടറേറ്റിൽ നാളെ നടക്കും. രാവിലെ ആരംഭിക്കുന്ന അദാലത്തിൽ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട സംശയ നിവാരണത്തിനും വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതിനും തിരുത്തലുകൾ വരുത്തുന്നതിനും അവസരമുണ്ടാകും. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45-ന്.